ബയോസ്കോപ്പ് 20സിലേക്ക് സ്വാഗതം. എംബ്രിയോ കൾച്ചർ എന്താണെന്ന് നോക്കാം. ഇൻവിട്രോ കണ്ടീഷനിൽ, അതായത് ലബോറട്ടറി കണ്ടീഷനിൽ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള എംബ്രിയോയെ ഒരു ന്യൂട്രിയൻ്റ് മീഡിയത്തിൽ കൾച്ചർ ചെയ്തെടുക്കുന്നതാണ് എംബ്രിയോ കൾച്ചർ. 2 ടൈപ്സ് ഓഫ് എംബ്രിയോ കൾച്ചർ ഉണ്ട്. മെച്വർ എംബ്രിയോ കൾച്ചറും ഇമ്മെച്വർ എംബ്രിയോ കൾച്ചറും. മെച്വർ എംബ്രിയോ കൾച്ചർ ഡോർമെൻസി പ്രോബ്ലംസ് അവോയ്ഡ് ചെയ്യാനായിട്ട്, അതിനെ ഓവർകം ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇമ്മെച്വർ എംബ്രിയോ കൾച്ചർ എംബ്രിയോ റെസ്ക്യൂ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. എംബ്രിയോ കൾച്ചർ ഈസ് ദ അസെപ്റ്റിക് ഐസൊലേഷൻ ആൻഡ് ഇൻ വിട്രോ കൾട്ടിവേഷൻ ഓഫ് പ്ലാന്റ് എംബ്രിയോ ഓൺ ആൻ ന്യൂട്രിയൻ്റ് മീഡിയം അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻ ടു ഒബ്റ്റെയിൻ എ കംപ്ലീറ്റ് പ്ലാന്റ്. അതായത് എംബ്രിയോ ഐസൊലേറ്റ് ചെയ്തിട്ടുള്ള എംബ്രിയോ ഒരു അസെപ്റ്റിക് കണ്ടീഷനിൽ ന്യൂട്രിയൻ്റ് മീഡിയത്തിൽ കൾച്ചർ ചെയ്ത് ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ആയിട്ട് മാറ്റുക. ഇത് 2 തരത്തിലാണ് ഉള്ളത്. ടൈപ്സ് ഓഫ് എംബ്രിയോ കൾച്ചർ: മെച്വർ എംബ്രിയോ കൾച്ചർ ആൻഡ് ഇമ്മെച്വർ എംബ്രിയോ കൾച്ചർ. മെച്വർ എംബ്രിയോ കൾച്ചർ നമ്മൾ നേരത്തെ പറഞ്ഞു, ഫുള്ളി ഡെവലപ്ഡ് ആൻഡ് മെച്വർ ആയിട്ടുള്ള എംബ്രിയോസ് ആണ് യൂസ് ചെയ്യുന്നത്. വളരെ ഈസി ആയിട്ട് നമുക്കത് കൾച്ചർ ചെയ്യാം. ഡോർമിനസി കാരണമുള്ള സീഡ് ജെർമിനേഷനിലുണ്ടാകുന്ന പ്രോബ്ലംസ് ഓവർകം ചെയ്യാൻ വേണ്ടി മെച്വർ എംബ്രിയോ കൾച്ചർ യൂസ് ചെയ്യാം. അതായത് ഡോർമിനസി കാരണം സീഡ് ജെർമിനേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ മെത്തേഡ് വഴി നമുക്ക് ആ സീഡ്സിനെ ജെർമിനേറ്റ് ചെയ്യിപ്പിക്കാം. അടുത്തത് ഇമ്മെച്വർ എംബ്രിയോ കൾച്ചർ. അതായത് യങ് ആയിട്ടുള്ള എംബ്രിയോസാണ് ഉപയോഗിക്കുക, മെച്വർ അല്ല. അവിടെ ഒരു സ്പെഷ്യൽ ന്യൂട്രിയൻ്റ് മീഡിയം ആവശ്യമാണ്. ഇത് ഹൈബ്രിഡൈസേഷൻ സ്റ്റഡീസിനും എംബ്രിയോ റെസ്ക്യൂയ്ക്കുമായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഇമ്മെച്വർ ആയിട്ടുള്ള എംബ്രിയോസ് ജെർമിനേറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് കുറവാണല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സീഡ്സിനെയൊക്കെ അല്ലെങ്കിൽ എംബ്രിയോസിനെ ഈ രീതിയിൽ നമുക്ക് കൾച്ചർ ചെയ്യാം. മനസ്സിലായല്ലോ. അടുത്തത് പ്രിൻസിപ്പിൾസ്. എംബ്രിയോ എടുക്കുക, അതിനെ സ്റ്റെറൈലായിട്ടുള്ളൊരു ന്യൂട്രിയൻ്റ് മീഡിയത്തിൽ കൾച്ചർ ചെയ്യുക അല്ലെങ്കിൽ വളർത്തുക. അതിന് മെയിനായിട്ട് നൽകേണ്ട സപ്ലിമെൻറ്റ്സ് എന്ന് പറയുന്നത് വൈറ്റമിൻസ്, ഷുഗേഴ്സ്, ഗ്രോത്ത് റെഗുലേറ്റേഴ്സ് കൊടുക്കണം. പിന്നെ ഈ പറഞ്ഞ ന്യൂട്രിയൻ്റ് മീഡിയത്തിനകത്ത് ഇതെല്ലാം അടങ്ങിയിട്ടുണ്ട്. ഇത് എംബ്രിയോൻ്റെ ഗ്രോത്തിന് ഹെൽപ്ഫുള്ളായിരിക്കും. അങ്ങനെ ഒരു കംപ്ലീറ്റ് പ്ലാന്റ് ഉണ്ടാവും. ഇനി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് നോക്കാം. ആദ്യം സീഡ്സ് സെലക്ട് ചെയ്യുന്നു, എന്നിട്ട് അതിനെ സർഫസ് സ്റ്റെറിലൈസ് ചെയ്യുന്നു. അതായത് നമുക്കൊരു അസെപ്റ്റിക് കണ്ടീഷനിൽ വേണം ഇത് കൾച്ചർ ചെയ്യാൻ അല്ലേ, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടാമിനേഷൻ ഉണ്ടാവും. എന്നിട്ട് സീഡ്സിൽ നിന്നിട്ട് മെച്വർ ആയിട്ടുള്ള എംബ്രിയോ അല്ലെങ്കിൽ ഇമ്മെച്വർ ആയിട്ടുള്ള എംബ്രിയോ സ്റ്റെറൈൽ കണ്ടീഷനിൽ തന്നെ ഐസൊലേറ്റ് ചെയ്തെടുക്കുന്നു. അതിനൊരു ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഒരു കൾച്ചറൽ മീഡിയത്തിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. എന്നിട്ട് അത് കൺട്രോൾഡ് ആയിട്ടുള്ള ലൈറ്റിലും ടെമ്പറേച്ചറിലും കൾട്ടിവേറ്റ് ചെയ്ത് ന്യൂ പ്ലാന്റ് ആയിട്ട് മാറുന്നു. ഇനി ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കാം. ഓവർകംസ് എംബ്രിയോ അബോർഷൻ. അതാണ് നമ്മൾ എംബ്രിയോ റെസ്ക്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇമ്മെച്വർ ആയിട്ടുള്ള എംബ്രിയോ കൾച്ചർ ചെയ്ത് എംബ്രിയോ അബോർഷനിൽ നിന്നും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹൈബ്രിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും പ്ലാന്റ് ബ്രീഡിംഗ് പ്രോഗ്രാംസിനും അതുപോലെ റാപ്പിഡായിട്ട്, അതായത് ഈ ഡോർമെൻസി പീരീഡ് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോർമെൻസി പീരീഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ സീഡ്സിൽ നിന്ന് പ്ലാന്റ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇനി അതിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ റിക്വയേഴ്സ് സ്റ്റെറൈൽ കണ്ടീഷൻ. അതായത് നേരത്തെ പറഞ്ഞു ഒരു അസെപ്റ്റിക് ആയിട്ടുള്ള കണ്ടീഷൻ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അവിടെ കണ്ടാമിനേഷനുള്ള സാധ്യത അല്ലെങ്കിൽ മൈക്രോബിയൽ ആയിട്ടുള്ള അറ്റാക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഈ കണ്ടീഷൻ തന്നെ എല്ലാ സീഡ്സും മോശമായി പോകാറുണ്ട്. അപ്പോൾ കണ്ടാമിനേഷനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ കോസ്റ്റ്ലി ആയിട്ടുള്ള ലബോറട്ടറി എക്യുപ്മെൻറ്റ്സ് അതിനാവശ്യമാണ്. പിന്നെ ഇത് ടെക്നിക്കലി ഡിഫിക്കൽട്ടാണ് അല്ലേ, ഇങ്ങനെ ഒരു കണ്ടീഷനിൽ ഇത് ചെയ്തെടുക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇനി ഈ ഒരു ഓവർവ്യൂ നോക്കാം. അതായത് സീഡ്സ് എടുക്കുന്നു, വാഷ് ചെയ്യുന്നു, സർഫസ് സ്റ്റെറിലൈസ് ചെയ്യുന്നു, എന്നിട്ട് എംബ്രിയോ എടുക്കുന്നു, അതിനെ ഒരു കൾച്ചറൽ മീഡിയയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു, എംബ്രിയോ ഗ്രോത്ത് ഉണ്ടാകുന്നു, എന്നിട്ട് അതൊരു കംപ്ലീറ്റ് പ്ലാന്റ് ആയിട്ട് മാറുന്നു. ഓക്കെ, ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ ബയോസ്കോപ്പ് 20s എന്ന ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.